Yo, what's up guys? Welcome to my YouTube channel. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നു വീണ്ടും ഇടാൻ തുടങ്ങുന്നു. എല്ലാ പ്രാവശ്യം ഇങ്ങനെ പറയുന്നു. അപ്പോൾ let's start today's video for a fresh start. Why is gym so important? ഇപ്പോഴത്തെ കാലത്ത് ജിമ്മിൽ പോകുന്ന ഭയങ്കര ട്രെൻഡായിട്ട് വരികയാണ് ആ ഒരു ലൈഫ് സ്റ്റൈൽ. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. കാരണം എല്ലാവരും നല്ല ഒരു ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ എല്ലാവരും നല്ലതായിട്ട് ജീവിച്ചേ പറ്റും, ഒരു നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചേ പറ്റും. സോ ദാറ്റ് ഡു. പക്ഷെ ആ കൂടെ തന്നെ ഇച്ചിരി ഓവറുമാണ് ചില കാര്യങ്ങൾ ജിമ്മിൽ പോയിട്ട് ചെയ്ത്. ചില ആൾക്കാർ ജിമ്മിൽ പോയിട്ട് ചെയ്ത് അതായത് ചിലർ മറ്റേ ഇതിനൊക്കെ ഇത് എന്നാ പറയുന്നത് സ്റ്റെറോയിഡിനൊക്കെ എന്നാ എടുക്കണമെന്ന് പറയുന്നവരുണ്ട്, ചിലർ എടുത്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, ചിലർ ഓണസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പോൾ മെയിൻലി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് വൈ ഈസ് ഗോയിങ് ടു ജിം ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഹൗ വൈ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളെ ഈ എന്നാ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രായമില്ലേ, നമുക്കൊരു വലിയൊരു പ്രായം ആകുന്നതിന് മുമ്പ് നമ്മുടെ ബിഫോർ വി ആർ ഗെറ്റിംഗ് ഓൾഡ്, നമുക്കൊരു പ്രായം ആകുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഫുഡ്, നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ നമ്മുടെ ഓൾഡ് ജനറേഷനിലെ ആൾക്കാർ പറയുന്ന ഒരു കോട്ടുണ്ട്, ഇപ്പോഴല്ലേ കഴിക്കേണ്ടത്, പിന്നെ പ്രായമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ലെറ്റ് മീ റീഫ്രേസ് ആയി. ഇപ്പം നമ്മൾ തോന്നുന്നവരെ കഴിച്ചാലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് കൊളസ്ട്രോൾ വന്നാൽ ഒബീസിറ്റി അല്ലെങ്കിൽ വണ്ണം വെച്ച് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കൂടുന്നത്. ഇപ്പം നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ പ്രായമാകുമ്പോൾ നമുക്ക് വേണം വായ വെച്ച് തിന്നാൻ പറ്റും. തിന്നണമെന്നല്ല ഞാൻ പറയാം, വേണം നമുക്ക് തിന്നാം. ഇപ്പോൾ ഉണ്ടാകുന്ന അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. അതിനകത്ത് മെയിൻ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ വി നീഡ് ടു വർക്ക് ഔട്ട് ബിക്കോസ് വി ആർ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം തന്നേക്കുന്ന ഈ ശരീരം നമ്മൾ നശിപ്പിക്കുന്ന ഇറ്റ്സ് നോട്ട് ഫെയർ. അത് നമ്മൾ ചെയ്യുന്നൊരു വലിയൊരു തെറ്റാണ്. നമുക്ക് ദൈവം തന്നെ ശരീരം നമ്മൾ സൂക്ഷിക്കാതെ തോന്നിയ പോലെ നടന്ന് തോന്നിയ ദേഹത്ത് വലിച്ചു കയറ്റി അത് സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി അല്ലെ തോന്നിയ പോലെ ഫുഡ് കഴിച്ച് ഓരോ അസുഖങ്ങൾ വരുത്തി വെച്ച് നമുക്ക് തന്നെ മേലാതാക്കി നമ്മുടെ ബോൺസിനെ വീക്കാക്കി നമുക്ക് കൊളസ്ട്രോളായി ഷുഗറായി മേലാതെയായി കിടപ്പിലായി. അതിന് മേലം വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് എ ബോഡി ബിക്കോസ് നമ്മുടെ ജീവിതത്തിൻ്റെ സാദൃശ്യത്തിൻ്റെ സ്വരൂപത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചേക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ ദൈവം തൻ്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിലുമാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ബോഡി ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. അവർ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ നമ്മൾ അതുപോലെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്കേ നഷ്ടമില്ല. ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ടൈമുണ്ട്, അത്ര നാൾ ജീവിക്കാൻ. അപ്പോൾ നമ്മൾ എത്ര നാളായിട്ട് ജീവിച്ചാലും ആ സമയത്ത് നമ്മൾ മരിക്കേണ്ടവരാണ്. പക്ഷെ മരിക്കുന്ന ടൈമിൽ ഒരു അസുഖങ്ങളൊന്നും മരിക്കേണ്ട നമുക്ക് വരത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഡൈ ആക്ച്വലി വൺ ഡേ വി വിൽ ഡൈ. റിട്ടേണൽ ലൈഫ് ഒന്നും ഇല്ല, നമുക്ക് ചാകാതെ മോഡലൊന്നും ആകത്തില്ല. വി വിൽ ഡൈ വൺ ഡേ. പീപ്പിൾ വർക്ക് ഔട്ട്, ദേ ആർ ഹാപ്പി. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം പറഞ്ഞാൽ മനസ്സിലാക്കില്ല. നിങ്ങൾ ജിമ്മിൽ പോകണം. പിന്നെ എനിക്കറിയുന്ന കുറച്ച് പേരുണ്ട്, അവർ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്താ പറയുന്നത്, ഐ ക്യാൻ സീ ദി ചേഞ്ചസ്. ഇഷ്ടമായി എന്താണ് അവർ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഐ ക്യാൻ സീ ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ്, ഇൻ ദെയർ പേഴ്സണാലിറ്റി, ദേ ആർ ലാഫിങ്. നമുക്ക് അവർ ചിരി കാണാം അവരുടെ മുഖത്ത്. പിന്നെ അതൊരു ബിഗ് സ്റ്റെപ്പാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ഗോയിങ് ടു ജിം. കാരണം when we are going to gym, we are taking responsibility of being disciplined, being consistent. നമ്മളെല്ലാ ദിവസവും പോകണം, ഇതൊരു പ്രോഗ്രസ് ആണ് എന്നുള്ള ഒരു പാഠം നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഇതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറേ പേരുടെ ലൈഫ് കാണുമ്പോൾ can see they are happy. ചിലർ പറയുന്ന ഡിപ്രഷൻ തീർക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നവരുണ്ട്, പല റീസണിൽ ജിമ്മിൽ പോകുന്നവരുണ്ട്. നമുക്ക് എന്തിനാ നമുക്കറിയത്തില്ല. ബട്ട് ഫോർ മീ, ഞാൻ കണ്ടിരിക്കുന്ന ഇറ്റ് മേക്സ് യു ഫീൽ ബെറ്റർ. ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഓൺ യുവർ സെൽഫ്. കാരണം ഇതൊരു ഐഡൽ ആക്കില്ല. ജിമ്മല്ല നമ്മുടെ മെയിൻസ് ആണ്. ജിം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. അതിനാണ് എന്താ പറയുന്നത്, അതിനെ നമ്മൾ ആരാധിക്കുന്ന പോലെ അതിന് വേണ്ടി തന്നെ ജീവിക്കരുത്. വേറെ കാര്യങ്ങൾ നോക്കാറുണ്ട്. ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് എ തെറാപ്പി ഫോർ us, മോസ്റ്റ് ഓഫ് പീപ്പിൾ. നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം there will be a result,
if we are consistent. There will be a result if we are disciplined. ആ സെയിം കാര്യം തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ we can be disciplined, we can be consistent whatever we are doing, and the result will be granted one day. ഒരു ദിവസം കിട്ടും, ആൻസർ കിട്ടും. മൂന്നാമത്തെ കാര്യം be thankful. Be thankful for the body we have. Be thankful for we are breathing. നമുക്ക് ഈ ബോഡി ദൈവം തന്നതോർത്ത് ദൈവത്തിനോട് നന്ദി പറയുക, ദൈവത്തോട് എപ്പോഴും നന്ദി പറയുക. കാരണം ദൈവം വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ തന്നേക്കുന്ന ഈ സാധനം ശരിയാക്കുക എന്നുള്ളൊരു ചോയ്സ് നമ്മുടെയാണ്. ദൈവം നമുക്ക് ആ റൈറ്റ് തന്നത്, ചൂസ് ചെയ്യാനുള്ള റൈറ്റ് തന്നത്. So it's our choice to build this body of ours so we can be healthy, we can be strong and use this body for the work of God. We thankful for ദൈവത്തോട് എപ്പോഴും നന്ദി പറയുക. രാവിലെ എഴുന്നേൽക്കുന്നതിനും നാളെ ജീവിച്ചിരിക്കുകയോ അല്ലെ പുറത്തിറങ്ങി ജീവിച്ചിരിക്കുകയോ നമുക്കറിയത്തില്ല. വി നെവർ നോ ദാറ്റ്. നമുക്ക് ഒരിക്കലും അത് അറിയത്തില്ല. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ്, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, ബീങ് കൺസിസ്റ്റന്റ് ആൻഡ് ബീങ് ഡിസിപ്ലിൻ. ഇത് വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ ജിമ്മിലും നമ്മുടെ റിയൽ ലൈഫിലും. കാരണം ഇഫ് നമുക്ക് ഒരു ബോഡി ബിൽഡിങ്ങിനോട് മത്സരിക്കുന്ന ഒരാളാണെങ്കിൽ ദേ ഹാവ് ടു ഈറ്റ് ഗുഡ്, they have to be consistent. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. അവർ കഴിക്കുന്ന ഫുഡ് എല്ലാ ദിവസവും കഴിക്കണം. ആ ഒരളവിൽ തന്നെ കഴിച്ചേ പറ്റും. ഒരു സെയിം കാര്യം നമുക്ക് ലൈഫിൽ നോക്കിയാൽ നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അത് എനിക്കില്ലാത്തൊരു വലിയൊരു കാര്യമാണ് അത് ബീങ് കൺസിസ്റ്റന്റ്. അത് ഞാൻ പറയുന്നത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഐ ക്യാൻ ഓൾസോ, ഞാനത് പറഞ്ഞിട്ട് ഞാനും ചെയ്യാതിരിക്കുന്നത് മോശമാണ്. സോ അതെനിക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ഡിസിപ്ലിൻ ഇച്ചിരിയൊക്കെ ഉണ്ട്, കൺസിസ്റ്റൻസി ഒട്ടുമില്ല എനിക്ക്. That's something I'm working on so much in my life, and we fail, but our failure സ്ഥിരമാക്കാതെ we need to get up from that failure. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ദൈവത്തിൻ്റെ നാമത്തിന് മാത്രമുള്ള കാര്യം. കാരണം 1 Corinthians 10:31 പറയുന്നത്, so whether you eat or drink or whatever you do it all for the glory of God. എന്ത് കാര്യമാണെങ്കിലും അത് ആവശ്യമുള്ളതാണോ തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ദൈവത്തിന് നാമത്തിന് മാത്രപ്പെടുന്നതായിരിക്കും. Don't get this gym lifestyle, gym ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയാണ്. കാരണം അത് നമ്മളെ റൂൾ ചെയ്യരുത്. ജിം ഈസ് എ ബിഗ് പാർട്ട് ഓഫ് അവർ ലൈഫ്. So അതിനൊരു പാർട്ട് ഓഫ് അവർ ലൈഫായിട്ട് തന്നെ വെക്കുക. So make it your idea. Go to gym because you need to be healthy and you need to be fit so you can live a healthy life, so you can live a little bit longer. ദൈവം എത്ര ലോങ്ങർ ജീവിക്കാനാണെങ്കിലും നമുക്ക് പറഞ്ഞ ടൈം വരെ ഉള്ളൂ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുവരെ വി ക്യാൻ ലിവ് ആൻ ഹെൽത്തി ലൈഫ്. അതാണ് ജിമ്മിനെ കുറിച്ച് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ആൻഡ് എൻ്റെ ലൈഫിൽ ഇറ്റ് ഈസ് ഡൂയിങ് മീ വെരി ഗുഡ്. ഐ എം ഹാപ്പി വെനെവർ ഐ എം ഗോയിങ് ടു ജിം. തിരിച്ചു വരുമ്പോഴും റിസൾട്ട് കാണാൻ തുടങ്ങി. ആ റിസൾട്ട് കാണുമ്പോൾ തന്നെ ഇച്ചിരി സന്തോഷമുണ്ട്. എനിക്കൊരു ശരീരമുണ്ട്. ആൻഡ് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പത്രം പറഞ്ഞുകൊണ്ട് സ്റ്റേ ട്യൂൺ, ഗോ ടു ജിം, ബി ഹെൽത്തി, live a great life. All praise to the Lord and peace.